സ്റ്റുഡൻസ് എജുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫിസിക്സിലെ ചാപ്റ്റർ 17 ഇലക്ട്രിക് കറണ്ട് ആണ്. ഈ ഒരു എൻ്റയർ ചാപ്റ്ററിൽ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ രണ്ട് റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ഒരു ചിത്രം കണ്ടില്ലേ, അതിൽ ലൈൻസ് ഇട്ടത് അതിൻ്റെ ആരോ എങ്ങോട്ടേക്കാണ്, നമ്മുടെ റൈറ്റ് ഹാൻഡിലേക്കാണ് അല്ലേ. അത് ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു ഇലക്ട്രിക് കറണ്ടിൻ്റെ കോൺസെപ്റ്റ് പറയാമെന്നുണ്ടെങ്കിൽ, ഒരു കണ്ടക്ടറിൽ എന്താണ് ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ഇൻ എ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഫീൽഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് എങ്ങോട്ടേക്കാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒപ്പോസിറ്റ് ആയിട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് അല്ലേ. അപ്പം ഈ ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്പോസിറ്റായിട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു ഇലക്ട്രിക് കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ കൺവെൻഷനലി അപ്പോൾ നമുക്ക് എന്ത് പറയാം, കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് നമ്മൾ എടുക്കുന്നത്, ടേക്കൺ ആസ് ദി ഡിറക്ഷൻ ഇൻ വിച്ച് എ പോസിറ്റീവ് ചാർജ് മൂവ്സ്. ദാറ്റ് ഈസ് എന്താണ്, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ടു ദി ഫീൽഡ് അല്ലേ. കറണ്ടിൻ്റെ ഫ്ലോ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒപ്പോസിറ്റ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ദി കറണ്ട് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എ സർഫസ് ഏരിയ എ പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് ഫ്ലോ. അപ്പം ഈ ഒരു ചിത്രത്തിലുണ്ടല്ലോ, ഇങ്ങോട്ടേക്കാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. അപ്പം സർഫസ് ഏരിയ എ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ടു ദി ഡിറക്ഷൻ ഓഫ് ഫ്ലോ. അപ്പോൾ നമ്മുടെ ചാർജ് എങ്ങനെയായിരിക്കും വരുന്നത്, ചാർജ് ഡെൽറ്റ ക്യൂ ഫ്ലോസ് ഇൻ ടൈം ഡെൽറ്റ ടി. അപ്പം ദ ആവറേജ് കറണ്ടിൻ്റെ ഇക്വേഷനാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐ ആവറേജ്, ദാറ്റ് ഈസ് കറണ്ടാണ് ഐ ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ. ക്യൂ എന്താണ്, ചാർജ് അല്ലേ, ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ഡെൽറ്റ ടി. ഇഫ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് വാരീസ് വിത്ത് ടൈം, ദ കറണ്ട് ഓൾസോ വാരീസ് വിത്ത് ടൈം. നമ്മുടെ ചാർജിൻ്റെ ഫ്ലോ ടൈമിനനുസരിച്ച് വാരി ചെയ്യും. ഇപ്പോൾ നമ്മുടെ കറണ്ടും എന്തായിരിക്കും, ആ ഒരു ടൈമിനനുസരിച്ച് വാരി ചെയ്യും കേട്ടോ. ദ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഐ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി. ഓക്കെ, ഇനി the electric current through a conductor is the rate of transfer of charge across a surface placed normal to the direction of flow. എന്താണ് ഒരു കണ്ടക്ടറിലെ ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് അല്ലേ, ഡിറക്ഷൻ ഓഫ് ഫ്ലോൻ്റെ ചാർജിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ ഒരു റേറ്റിനെയാണ് നമ്മളിപ്പം ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ SI യൂണിറ്റ് നമുക്ക് നോക്കാം. കറണ്ട് ഈസ് ആംബിയർ. ഇത് സിമ്പിൾ ഈസ് എ വെച്ചിട്ടാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത് ആംബിയറിൻ്റെത്. അപ്പം 1 ആംബിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൂളോം ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ് ആണ്. 1 കൂളോം എന്താ, ചാർജിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. ആൻഡ് സെക്കൻഡ് നമ്മളെടുക്കുന്ന ടൈം. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത്, നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ഓംസ് ലോ ആണ്. ഓംസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഓംസ് ലോ, ദ ഇലക്ട്രിക് കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്, പ്രൊവൈഡഡ് ദി ഫിസിക്കൽ കണ്ടീഷൻസ് സച്ച് ആസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ റിമെയിൻ അൺചേഞ്ച്ഡ്. ഇവിടെ എന്താ പറഞ്ഞത്, ഒരു കണ്ടക്ടറിലുള്ള ഇലക്ട്രിക് കറണ്ട് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, എന്തിനോട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിൻ്റെ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനോട് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി എന്താണ് മീൻ ചെയ്യുന്നത്, അതായത് ഇലക്ട്രിക് കറണ്ട് കൂടുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും, കൂടും. കാരണം അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. ഇനിയിപ്പോൾ അത് ഡിക്രീസ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും വിയും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് വി വെച്ചിട്ടാണ്. അതും
ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. പ്രൊവൈഡഡ് ദി ഫിസിക്കൽ കണ്ടീഷൻ സച്ച് എ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ റിമെയിൻ അൺചേഞ്ച്ഡ്. അപ്പം എന്തൊക്കെ കണ്ടീഷനിലാണ്? ടെമ്പറേച്ചറും പ്രഷറും അൺചേഞ്ച്ഡ് ആയ കണ്ടീഷനിലായിരിക്കും ഇത് നടക്കുന്നത്. അപ്പം നമുക്ക് സിംപ്ലി ഓംസ് ലോനെ എങ്ങനെ പറയാം? സ്റ്റേറ്റ് ദാറ്റ് ദി കറണ്ട് ഐ വെച്ചിട്ടാണ് കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നത്. പാസിംഗ് ത്രൂ എ കണ്ടക്ടർ ബിറ്റ്വീൻ 2 points ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വോൾട്ടേജ്. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വോൾട്ടേജ് വി അക്രോസ് ദി 2 points. 2 points ഉണ്ട്. അപ്പം ഈ ഒരു 2 pointsലൂടെ പോകുന്ന കറണ്ട് ഐ എന്താണ്? ഇതിലുള്ള വോൾട്ടേജിന് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണലാണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ്. ഈ ഒരു കണ്ടക്ടറിന് കൊടുക്കുന്ന റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ദാറ്റ് മീൻസ് ഐ ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി. ആൻഡ് ദെൻ നമുക്ക് എന്ത് പറയാം? വി ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താ? ഐ ഇൻറ്റു ആർ അല്ലേ? സോ ഹെൻസ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും വരുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കറണ്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് ഈ ഒരു ഓംസ് ലോ പറയുന്നത്. ദാറ്റ് ഈസ് Psi is equal to V by R വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇതിൻ്റെ SI യൂണിറ്റ് ഉണ്ടല്ലോ. SI യൂണിറ്റ് എന്താണെന്ന് നോക്കാം നമുക്ക്. SI യൂണിറ്റ് ആയിട്ട് വരുന്നത് ഓം ആണ് കേട്ടോ. ഓമിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് റെസിസ്റ്റൻസിൻ്റെ. അപ്പം 1 ഓം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1 വോൾട്ട് ഡിവൈഡഡ് ബൈ 1 ആംബിയർ. ദാറ്റ് ഈസ് ഓംസ് ലോയിൽ നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ബൈ ഐ അല്ലേ? അപ്പം വീൻ്റെ എന്താ വരുന്നത്? 1. അതിൻ്റെ SI യൂണിറ്റ് വോൾട്ട്. അപ്പം വി. ഐൻ്റെ SI യൂണിറ്റ് എന്താണ്? ആംപിയറാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഇത് ആറിൻ്റെത് ഓമും വരുന്നത്. സോ ഹെൻസ് നമ്മുടെ ഇക്വേഷൻ ലാസ്റ്റ് 1 ഓം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വോൾട്ട് ഡിവൈഡഡ് ബൈ 1 ആംപിയർ ആയിരിക്കും കേട്ടോ. പിന്നാണെങ്കിൽ നമ്മുടെ ഈ ഒരു കേസിൽ മോസ്റ്റ് ഓഫ് ദ മെറ്റൽസ് ഒബേ ചെയ്യുന്നത് ഓംസ് ലോ ആണ്. ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ലീനിയർ ആയിരിക്കും. അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജും കറണ്ടും ലീനിയർ ആയിട്ടായിരിക്കും കേട്ടോ. ഇത്തരത്തിലുള്ള റെസിസ്റ്റേഴ്സിനെ നമ്മൾ ഓമിക് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാം റെസിസ്റ്റൻസ്. ഇപ്പം നമ്മൾ ഓംസ് ലോയിൽ റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ എന്താണ്? നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല അല്ലേ? റെസിസ്റ്റൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് R വെച്ചിട്ടാണ് കേട്ടോ. R വെച്ചിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഹൗ മച്ച് എ മെറ്റീരിയൽ ഒപ്പോസിസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതായത് നമ്മുടെ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യൂലേ? അപ്പം ഒരു ഒരു കോമ്പണൻ്റ് ഉണ്ട്, റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പണൻ്റ്. അത് എത്രത്തോളം ഈ ഒരു ഇലക്ട്രിക് ഫ്ലോ തടഞ്ഞു വെക്കുന്നു എന്നാണ് ഒരു റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ആ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്തിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം റെസിസ്റ്റൻസ് നമ്മൾ യൂണിറ്റ് എന്താണ്? ഓം ആയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു തിങ് ആണ് ഈ ഒരു ഓംസ് ലോ നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ
റോ എന്നാണ് കേട്ടോ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഹൗ മച്ച് ഈസ് സ്പെസിഫിക് മെറ്റീരിയൽ റെസിസ്റ്റ് കറണ്ട്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോനെ എങ്ങനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന്. അതെന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് കുറഞ്ഞ കണ്ടക്ടർ ആണെങ്കിൽ എന്താണ് കറണ്ട് ഫ്ലോ, ആ ഒരു കറണ്ട് ഫ്ലോ റെസിസ്റ്റൻസ് അവിടെ കുറയും അല്ലേ, ലെങ്ത്ത് കുറഞ്ഞ കണ്ടക്ടർ ആണെങ്കിൽ. പക്ഷേ ലെങ്ത്ത് കൂടിയ കണ്ടക്ടർ ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. റെസിസ്റ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എത്രത്തോളം കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇറ്റ്സ് ഷേപ്പ് ആൻഡ് സൈസ് ആണ്. പക്ഷേ അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആ ഒരു മെറ്റീരിയൽ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ SI യൂണിറ്റ് ആയിട്ട് വരുന്നത് ഓം മീറ്റർ ആണ് കേട്ടോ. വേർ വയേഴ്സ് ഓഫ് ഗ്രേറ്റർ ക്രോസ് സെക്ഷണൽ ഏരിയ അലോ ഗ്രേറ്റർ കറൻസ് ടു ഫ്ലോ. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് ഈസ് സ്മോൾ. നേരത്തെ ഞാൻ പറഞ്ഞ റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിലുള്ളതാണ് കേട്ടോ. വലിയ ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള കാര്യത്തിലും അല്ലെങ്കിൽ വലിയ ലെങ്ത് ഉള്ള വയേഴ്സും ആണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ റെസിസ്റ്റൻസ് സ്മോൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ നോക്കാം. R പ്രൊപ്പോർഷണൽ ടു 1/A അല്ലേ, ഇതൊരു ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ആൻഡ് R ഓൾസോ പ്രൊപ്പോർഷണൽ ടു L. അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയനെയും ലെങ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നെന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് ഇക്വേഷനെയും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നോക്കാം. L/R proportional to L/A. Okay, then the R is equal to then resistivity rho L/A, where rho is a constant for the material at constant temperature, and it is called the specific resistance or resistivity of the material. അപ്പം rho is equal to എന്തായിരിക്കും, RA divided by L. ഈ ഒരു ഇക്വേഷന് റോനെ നമുക്ക് എന്ത് പറയാം, ആ ഒരു റെസിസ്റ്റിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, റോ മാത്രം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എ ഇങ്ങോട്ടേക്ക് പോകും, മൾട്ടിപ്ലൈ ചെയ്തത് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താം. റോ ഈസ് ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ L എന്ന്. പിന്നെ നമ്മൾ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി. ഇതിനെ സിഗ്മ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ റെസിസ്റ്റിവിറ്റി റോ ആണ്, അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ 1/ρ. 1/ρ ഈസ് ഈക്വൽ ടു എന്താണ്, സിഗ്മ. സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, കണ്ടക്ടിവിറ്റീനെയാണ് സിഗ്മ എന്ന് പറയുന്നത്. കണ്ടക്ടിവിറ്റി, ദാറ്റ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ദി റെസിസ്റ്റിവിറ്റി. അപ്പം ഇതിൻ്റെ SI യൂണിറ്റ് വരുന്നത് ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1 കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു ഇലക്ട്രിക് ഓംസ് ലോൻ്റെ അണ്ടറിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഗ്രൂപ്പിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ പ്രത്യേകിച്ച് ഗ്രൂപ്പിങ്ങിൻ്റെ കാര്യത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ സീരീസ് റെസിസ്റ്റർ കോമ്പിനേഷനും ആൻഡ് പാരലൽ റെസിസ്റ്റർ കോമ്പിനേഷനും ആണ് ഉള്ളത്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്താണെന്ന് മാത്രം നോക്കി പഠിച്ചു പോയാൽ മതി. ഇതിൽ കണ്ടല്ലോ സീരീസ് റെസിസ്റ്റർ കോമ്പിനേഷനിൽ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സീരീസ് റെസിസ്റ്റർ എന്തായിരിക്കും, ഇവിടുത്തെ ഇതിൻ്റെ ഈ ഒരു റെസിസ്റ്ററിൻ്റെ കേസിൽ രണ്ടാമത്തെ എൻഡിൽ നിന്ന് ഫസ്റ്റ് എൻഡിലായിരിക്കും
ആ ഒരു കണക്ഷൻ വരുന്നത്. അതിൻ്റെ നെക്സ്റ്റ് എൻഡിൽ നിന്ന് വേറൊരു എൻഡിലേക്ക് ആ ഒരു രീതിയിലുള്ള കണക്ഷനാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സീരീസിലാണല്ലേ റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ അല്ലേ ഒരു കൈ പിടിച്ച് നിൽക്കുന്ന പോലെ. അപ്പം അതിൻ്റെ തന്നെ ഒരു ബാറ്ററിയിലാണ് കേട്ടോ ഈ ഒരു 2 റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു DC സോഴ്സ് ഉപയോഗിച്ചിട്ട് ബാറ്ററി യൂസ് ചെയ്തിട്ട് സീരീസ് കണക്ഷനിൽ എന്താണ് നമ്മുടെ ഒരു ലാംപ്സ് ജോയിൻ ചെയ്തിരിക്കുന്നതുമാണ്. നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സീരീസ് കോമ്പിനേഷൻ എങ്ങനെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? R is equal to R1 plus R2 plus R3 plus R4. അപ്പം സീരീസ് കോമ്പിനേഷനിൽ നമുക്ക് പറയാം ദ ഇക്വിവാലൻറ്റ് റെസിസ്റ്റൻസ് അല്ലേ. ഇക്വിവാലൻറ്റ് റെസിസ്റ്റൻസ് ആണ് എന്ത് നമ്മുടെ ഈ ഒരു R ഇക്വിവാലൻ്റ് എന്ന് നമുക്ക് എഴുതാൻ വേണമെങ്കിൽ R ഇക്വിവാലൻ്റ് ഈക്വൽ ടു സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് അല്ലേ. അപ്പം ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനും ഈക്വൽ ആണെന്നാണ് പറയുന്നത് R ഇക്വിവാലൻ്റ്. അപ്പം ഇവിടെ നമ്മുടെ പിക്ചറിൽ തന്ന പോലെ തന്നെ ഈ ഒരു റെസിസ്റ്ററിന് നമ്മളിപ്പം ഒരു വാല്യൂ കൊടുത്തു 3 ohm കൊടുത്തു. ഇനി ഈ ഒരു റെസിസ്റ്ററിന് ഇപ്പോൾ ഒരു 1 ohm കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പം നമ്മുടെ R ഇക്വിവാലൻ്റ് എന്തായിരിക്കും? R is equal to R1 plus R2. ഇവിടെ ആകെ 2 റെസിസ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പം R1 plus R2 3 plus 1 ഇപ്പം എത്ര കിട്ടി? 4 ohm. അപ്പം ടോട്ടൽ ഇക്വിവാലൻ്റ് റെസിസ്റ്റർ ഓൺ ദിസ് സർക്യൂട്ട് ഇസ് 4 ohm. ഓക്കെ. അപ്പം ഇതാണ് സീരീസ് റെസിസ്റ്റർ കോമ്പിനേഷനിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം പാരലൽ റെസിസ്റ്റർ കോമ്പിനേഷനിൽ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ കപ്പാസിറ്ററിൻ്റെ കേസിൽ സീരീസിൻ്റെ കേസിൽ വന്നിരിക്കുന്നത് റെസിപ്രോക്കൽ ആയിരുന്നു. പക്ഷെ എന്നാൽ റെസിസ്റ്റൻസിൻ്റെ കേസിൽ വരുമ്പോൾ എന്താണ് സം ഓഫ് ദി ഓൾ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആയി. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കണം കേട്ടോ. ഇക്വേഷൻസ് തമ്മിൽ നമുക്കൊരു ലാസ്റ്റ് ഘട്ടത്തിൽ അങ്ങനെ ഒരു എക്സ്ചേഞ്ച് നമുക്ക് ഇങ്ങനെയാണോ ഇതിൻ്റെ ഇക്വേഷൻ വരുന്നതെന്നൊരു കൺഫ്യൂഷൻ വന്നേക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പഠിക്കണം. കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഗ്രൂപ്പ് മാച്ചിങ്ങിൽ കപ്പാസിറ്ററിൻ്റെ കേസിൽ വരുന്നതാണെങ്കിൽ സീരീസിൽ വരുന്നതാണെങ്കിൽ എന്താ C ഇക്വിവാലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ C ഇക്വിവാലൻ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു അവിടുത്തെ കേസിൽ വരുന്നത്? C1 plus C2 അല്ല C1 into C2 ഡിവൈഡഡ് ബൈ C1 plus C2 ആയിരുന്നു. ഓക്കെ, അപ്പം ഇതിൻ്റെ സീരീസ് കോമ്പിനേഷനിൽ എന്തായിരുന്നു? റെസിസ്റ്റൻസിൻ്റെ ആണെങ്കിൽ സം ഓഫ് ദി ഇൻഡിവിജ്വൽ ആയിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് R ഇക്വിവാലൻ്റ് ഈസ് ഈക്വൽ ടു R1 plus R2 എന്ന കേസിലായിരിക്കും വരുന്നത്. ഇനി ഇവിടെ തന്നെ പാരലൽ റെസിസ്റ്റർ കോമ്പിനേഷൻ്റെ കേസിൽ നമുക്ക് നോക്കാം. ഇതിലെന്താണ് പാരലലായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. പാരലൽ എന്താണ്? ഈ ഒരു എൻഡ് മറ്റൊരു എൻഡിന് റെസിസ്റ്ററിൻ്റെ എൻഡുമായിട്ട് കണക്ട് ചെയ്യും. ഈ ഒരു റെസിസ്റ്ററിൻ്റെ എൻഡുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് സിംപ്ലി മനസ്സിലാക്കിയെടുക്കാം. പക്ഷെ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. നമുക്ക് കുറച്ച് കോംപ്ലക്സ് സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ട് എല്ലാം തന്നു കഴിഞ്ഞാൽ ഇത് പാരലലാണോ സീരീസ് ആണോ എന്ന് മനസ്സിലാക്കാം കഴിയണം. ഇതിപ്പം നിങ്ങൾക്കിപ്പം റെസിസ്റ്റർ ആയിരിക്കും. ചില കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ചിലപ്പം ഇങ്ങനെയൊക്കെ തന്നേക്കാം. ഇതിപ്പം നമുക്ക് കപ്പാസിറ്ററും ഇങ്ങനെയൊക്കെ തന്നേക്കാം. അപ്പം ഇതെന്താണ്? ഈ 2 റെസിസ്റ്റേഴ്സ് സീരീസ് കോമ്പിനേഷനിലാണ്. ഈ ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും എന്തായിട്ട് വരുന്നുണ്ട്? പാരലൽ കോമ്പിനേഷനിലാണ് അല്ലേ വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. പിന്നെ അതേപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻസ് പഠിച്ച് വെക്കേണ്ടത് ആവശ്യമുണ്ട്. എന്തായാലും ഫൈനൽ ഇക്വേഷനായിട്ട് വരുന്നത് 1/R. R ഇക്വിവാലൻ്റ് എന്താണ്? റെസിസ്റ്ററിൻ്റെ പാരലൽ കോമ്പിനേഷനിൽ റെസിപ്രോക്കൽ ഓഫ് ദി സം ഓഫ് ദി ഓൾ ദി ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഇതിനെ ഇപ്പം ഈ ഒരു ചിത്രത്തിൻ്റെ കേസിൽ 2 റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിംപ്ലി നമുക്ക് എങ്ങനെ എഴുതാം? R ഇക്വിവാലൻ്റ് ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 plus R2 എന്ന് നമുക്ക്
എഴുതാൻ പറ്റൂ കേട്ടോ. അപ്പം നമുക്ക് ഇതാണ് പാരലലും ആൻഡ് സീരീസ് കോമ്പിനേഷൻ. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഈ ഒരു ഫോർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ 17.11 കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് R2 ആൻഡ് കറണ്ട് I2 ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഇത് നമ്മുടെ നേരത്തെ മുൻപേ പറഞ്ഞ ആ ഒരു ഇതിലാണ് കേട്ടോ. അപ്പം ഇവിടുത്തുള്ള എങ്ങനെയാണ് റെസിസ്റ്റൻസ് എന്താ നിങ്ങൾ നോക്കൂ. 2 റെസിസ്റ്റൻസ് ഉണ്ട്. രണ്ട് റെസിസ്റ്റൻസിൽ ഇതെന്ത് കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത്? ഇതൊരു പാരലൽ കോമ്പിനേഷൻ ആണ് അല്ലേ. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ 2 റെസിസ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ R ഇക്വാലൻ്റ് ഇസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഈക്വൽ ടു 10 R2 അല്ലേ. 10 R2 അല്ലേ വരുന്നത്. ഇവിടെ 10 R2 വരാൻ കാരണം എന്താണ്? R1 10 ആണ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 10 ഓം ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 R2ൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, അപ്പം R2 എന്ന് തന്നെ കൊടുത്തു. ഡിവൈഡഡ് ബൈ R1ൻ്റെ വാല്യൂ എന്താണ്? 10 തന്നെ പ്ലസ് R2 വന്നു. ഓക്കെ. ഓംസ് ലോ പ്രകാരം എന്താണ്? നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലേ. R ഈസ് ഈക്വൽ ടു V ബൈ I എന്ന്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇവിടെ എന്ത് കാണുന്നുണ്ട്? I കാണുന്നുണ്ട്. I എത്രയാണ് വരുന്നത്? 10 ആംപിയർ ആണ് അല്ലേ. I 10 ആംപിയർ കൊടുക്കുക. ഇനിയിപ്പം വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? വോൾട്ടേജ് നമുക്ക് വരുന്നത് 50 ആണ്. അപ്പോൾ 50 കൊടുത്തു നമ്മൾ. ഓക്കെ. അപ്പം ടോട്ടൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 5 ഓം. അപ്പം നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു R ഇക്വിവാലൻ്റ് ആണ് വരുന്നത് അല്ലേ. R ഈസ് ഈക്വൽ ടു 5. R ഇക്വിവാലൻ്റ് ആണ് 5 വരുന്നത്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഈസ് ഈക്വൽ ടു 10. ഞാൻ ഇതൊന്ന് റൈസ് ചെയ്യട്ടെ. um, 10 R2 divided by 10 plus R2 is equal to 5 അല്ലേ. 5 ആണ് നമ്മുടെ R ഇക്വിവാലൻ്റ്. അപ്പം നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം? 10 R2. അപ്പം ഇതൊരു ഇക്വേഷൻ നമ്മുടെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരാം. ഫസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5 10 പ്ലസ് R2 ആയിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 10 R2 ഇൻറ്റു 50 പ്ലസ് 5 R2 അല്ലേ. നമുക്ക് എന്ത് എഴുതാം? R2 is equal to നമുക്ക് ഈ ഒരു ഇതിൽ R2 is equal to 10 ഓം ആയിട്ട് ഫൈനലി കിട്ടും. ഓക്കെ. ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 10 മൈനസ് 5 എന്താണ്? 5 ഡിവൈഡഡ് ബൈ 15 ഡിവൈഡഡ് ബൈ 5 10 ആണ് വരുന്നത്. അപ്പം R2 is equal to 10 ഓം ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ പറയാം? R1ഉം R2ഉം ഈക്വൽ ആണെന്ന് പറയാം അല്ലേ. ഈ ഒരു കേസിൽ R2 നമുക്കിവിടെ 10 ഓം കിട്ടി. ഇവിടെ നമ്മുടെ R1ഉം 10 ഓം ആണ് വരുന്നത്. അപ്പം R1 ഈക്വൽ ടു R2 എന്ന് പറയാം. അപ്പം കറണ്ട് വിൽ ബി ഈക്വലി ഡിവൈഡഡ് ബിറ്റ്വീൻ ദം അല്ലേ. കറണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊവൈഡഡ് കറണ്ട് അത് ഈക്വലി തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഹെൻസ് ദ I2 ഈസ് ഈക്വൽ ടു 5 ആംപിയർ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഒരു ഇത് നമുക്ക് നോക്കാം. ഫോർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ 17.12 കാൽക്കുലേറ്റ് ദി ഇക്വിവാലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് A and D.
ഇവിടെ നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഡി ആണ്. ഇതിൻ്റെ ഇടയിലുള്ള ഇക്വിവാലൻസ് റെസിസ്റ്റൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇതിലെന്താ ഫസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നോക്കാം അല്ലേ, പാരലൽ കോമ്പിനേഷൻ്റെത്. പാരലൽ കോമ്പിനേഷനിൽ എങ്ങനെയാണ് എഴുതുന്നത്? ആർ ഇക്വിവാലൻറ്റ് R1 ആയിട്ട് നമുക്ക് എടുക്കാം. 15 × 3. പാരലൽ കോമ്പിനേഷനിലുള്ള ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 15 × 3, 15 + 3 = 45 / 18. 5/2 എന്താണ്? 2.5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം റെസിസ്റ്റൻസ്. പിന്നെ ഉള്ളത് എല്ലാം സീരീസ് കോമ്പിനേഷനിലാണ് അല്ലേ. ഇവിടെ ഒരു റെസിസ്റ്റൻസ് സീരീസ് കോമ്പിനേഷനിൽ വരുന്നുണ്ട്. ആൻഡ് ഇനി ഈ രണ്ടെണ്ണത്തിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു, ഇതും കണക്ട് ചെയ്തിട്ട് സീരീസ് കോമ്പിനേഷനിലാണ്. പിന്നെ ഉള്ളത് ഇതിനോട് ഈ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തതാണ്. അപ്പം മൊത്തത്തിൽ അത് സീരീസ് കോമ്പിനേഷനിലാണ് വരുന്നത്. അപ്പം റെസിസ്റ്റൻസിൻ്റെ സീരീസ് കോമ്പിനേഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വിവാലന്റ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആണ്. R1 പ്ലസ് ഈ ഒരു പാരലൽ കോമ്പിനേഷൻ നമ്മൾ നോർമലൈസ് ചെയ്തു, അത് പ്ലസ് ലാസ്റ്റത്തുള്ള റെസിസ്റ്റൻസ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് നമുക്ക് പുട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വരുന്നത് 5 Ω ആണ്. 5 Ω പ്ലസ് പാരലലിൻ്റെ നമുക്ക് എന്ത് കിട്ടി? 2.5 Ω ആണെന്ന് കിട്ടിയില്ലേ. ആൻഡ് ലാസ്റ്റ് വൺ 7 Ω ആണ് ഈ ഒരു റെസിസ്റ്ററിൻ്റെത്. ഇപ്പോൾ ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവും. 7 Ω ആണ് ഈ ഒരു റെസിസ്റ്ററിന് വരുന്നത്. അപ്പം 7 Ω നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 14.5 Ω ആയിരിക്കും കേട്ടോ. ഇക്വിവാലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് എ ആൻഡ് ബി വരുന്നത്. ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സിൽ നമുക്ക് പറയാനുള്ളത് 2 റെസിസ്റ്റേഴ്സ് ആണ്. കാർബൺ റെസിസ്റ്റേഴ്സും ആൻഡ് വയർ ബോണ്ട് റെസിസ്റ്റേഴ്സും. ഇപ്പോൾ കാർബൺ റെസിസ്റ്റേഴ്സ് അതിന് ഉദാഹരണമായിട്ട് വരുന്നത് നമ്മുടെ മാഗ്നറ്റ്, നിക്രോം ആൻഡ് ഇത്രയൊക്കെ കാര്യങ്ങളിലാണ് കാർബൺ റെസിസ്റ്റേഴ്സ് വരുന്നത്. ഈ ഒരു കാർബൺ റെസിസ്റ്ററിന് ഒരു ഡെഫിനിറ്റ് ലെങ്ത് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇസ് വോണ്ട് ടു ഫോൾഡ് ഓവർ ആൻ ഇൻസുലേറ്റിംഗ് സിലിണ്ടർ അല്ലേ. അത് ഒരു ഇൻസുലേറ്റിംഗ് സിലിണ്ടറിലാണ് ഫോൾഡ് ചെയ്തേക്കുന്നത്. അതിന് ടു മേക്ക് ഇറ്റ് നോൺ ഇൻഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അതൊരു വോണ്ട് ചെയ്തിരിക്കുന്ന 2 ഫോൾഡഡ് ആയിട്ടുള്ള ഇൻസുലേറ്റിംഗ് സിലിണ്ടറിലായിരിക്കും. ഇതിപ്പോൾ വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ വിത്ത് എ സ്യൂട്ടബിൾ ബൈൻഡിങ് ഏജൻറ്റ് ഈസ് മോൾഡഡ് ഇൻ ടു എ സിലിണ്ടർ അല്ലേ. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ബൈൻഡിങ് ഏജൻറ്റ് സിലിണ്ടറുമായിട്ട് മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വയർ ലീഡ്സ് ആർ അറ്റാച്ച്ഡ് ടു ദി സിലിണ്ടർ ഫോർ മേക്കിംഗ് കണക്ഷൻ ടു ഇലക്ട്രിക്കൽ സർക്യൂട്ട്. എന്താണ് ആ ഒരു സിലിണ്ടറിൻ്റെ എൻസിലായിട്ട് വയേഴ്സും ഉണ്ട്. ഒരു ഇലക്ട്രിക്കൽ കണക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു വയർ ബോണ്ട് റെസിസ്റ്റൻസ് ഇങ്ങനെയുള്ള ആ ഒരു സ്ട്രക്ചറിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നോർമലി നമ്മളിപ്പോൾ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ, റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പിക്കൽ അതിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് ഇങ്ങനെയാണെങ്കിലും നമുക്കൊരു റെസിസ്റ്റർ നോർമൽ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ കുറച്ച് സ്ട്രാപ്സ് ഉണ്ടാവും, ലൈൻസ് ഉണ്ടാവും. ഇതിനെല്ലാം ഓരോ കളർ കോഡിംഗ് ആണ് കേട്ടോ വരുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത് ഈ ഒരു മെത്തേഡിലൂടെയാണ്. R = AB × 10⁻⁶ that is where AB and C are colored stripes. Okay, the values of different colors are given in the table as may be noted. ഒരു ടേബിൾ നമുക്ക് കാണാം. ഇവിടെ ഫസ്റ്റ് 2 കളേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ ഉണ്ടല്ലോ. ഫസ്റ്റ് 2 കളേഴ്സ് നോക്കാം. ഇത് ഫസ്റ്റ് കളറ് ആൻഡ് സെക്കൻഡ് കളറ്. ഈ ഒരു ഫസ്റ്റ് 2 കളേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂവിനെയാണ്. ദാറ്റ് ഈസ് AB. ആൻഡ് ദ തേർഡ് കളർ gives the
പവർ ഓഫ് 10 ഫോർ ദി മൾട്ടിപ്ലയർ ഓഫ് ദി വാല്യൂ ഓഫ് ദി റെസിസ്റ്റൻസ്. ഇതാണ് ഈ ഒരു തേർഡ് കളറ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പവർ ഓഫ് 10 ഫോർ ദി മൾട്ടിപ്ലയർ ഓഫ് ദി വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. ആൻഡ് ദ ഫോർത്ത് കളർ എന്താണ് വരുന്നത്? ദിസ് ഈസ് ലാസ്റ്റ് വൺ വരുന്നത് ടോളറൻസിനെയാണ് കേട്ടോ. റെസിസ്റ്റൻസിൻ്റെ ടോളറൻസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ ഓരോന്നുണ്ട്. ഗോൾഡന് 55% ആണ്. ആൻഡ് സിൽവറിൻ്റെ ആണെങ്കിൽ 10%, ആൻഡ് 20% ഫോർ ബോഡി കളറിന്. അപ്പം എനിക്ക് ഈ ഒരു സ്ലൈഡിൽ റെസിസ്റ്ററിൻ്റെ പിക്ചർ ആഡ് ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യുമായിരുന്നു. നോർമലി ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെയാണ് ഒരു റെസിസ്റ്റർ ഉണ്ടാവുന്നത് കേട്ടോ. നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ കളർ കോഡിങ് വരുമ്പോൾ. ഫസ്റ്റ് വണ്ണ് വരുന്നത് ബ്ലാക്ക് കളറാണ്. അതിന് 0 ആണ്. 0 to 9 വരെ ഉണ്ടാവും. അതിൻ്റെ മൾട്ടിപ്ലെയർ ആയിട്ട് വരുന്നത് ഇതാ. ഫസ്റ്റ് 1 ആയിരിക്കും, പിന്നെ 10⁻⁴ എന്ന തോതിലായിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു സെക്ഷൻ നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കണം. അതിന് ഒരു ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു സൂത്രവാക്യമാണ്. ദാറ്റ് ഈസ് BB റോയ് ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് വൈഫ്. അതായത് BB റോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബ്ലാക്ക്, ബ്രൗൺ. റോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്, ഓറഞ്ച്, യെല്ലോ. ഗ്രേറ്റ്, ഗ്രീൻ. B എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ വരുന്നുണ്ട്. വെരി ഗുഡ് വൈഫ്, അതായത് വയലറ്റ്, ഗ്രേ, വൈറ്റ്. അപ്പം ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. ആൻഡ് സപ്പോസ് ദാറ്റ് 4 കളേഴ്സ് ഓൺ എ റെസിസ്റ്റർ ആർ ബ്ലൂ, ഗ്രേ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിലൊരു റെസിസ്റ്റർ ഞാൻ വരച്ചു തരാം. ഇതിൽ 4 കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഫസ്റ്റ് വരുന്നത് ബ്ലൂവും ഗ്രേയും ആയിരിക്കും. ദ ഫസ്റ്റ് ഡിജിറ്റ് വിൽ ബി 6 അല്ലേ. ബ്ലൂവിൻ്റെ കേസിൽ എന്താണ്? 6 ആണ് വരുന്നത്. ഇവിടെ ബ്ലൂ എവിടെയാണ്? ഇതാ 6 ആണ് വരുന്നത്. അപ്പം ഇവിടെ 6 കിട്ടി. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ വരുന്നത് 8 ആയിട്ടാണ് വരുന്നത്. ഗ്രേ 8 ആയിട്ടാണ് വരുന്നത്. നമുക്ക് രണ്ടാമത്തെ ലെറ്ററും കിട്ടി. ഇൻറ്റു മൾട്ടിപ്ലെയർ ആണ് നെക്സ്റ്റ് വരുന്നത്. മൾട്ടിപ്ലെയറിൻ്റെ കളർ എന്താണ്? ഗ്രീൻ ആണ് വരുന്നത് അല്ലേ. അപ്പം ഗ്രീന് വരുമ്പോൾ അതിൻ്റെ മൾട്ടിപ്ലെയറാണ് നോക്കേണ്ടത്. 10⁵ ആണ്. അപ്പോൾ 10⁵ പ്ലസ് ലാസ്റ്റ് വൺ എന്താണ്? ആ ഒരു റെസിസ്റ്റൻ്റെ ടോളറൻസ് വാല്യൂ ആണ്. അത് 10% വരുന്നത്. അത് സിൽവർ കളറാണ്. സിൽവർ കളർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 10% ആണ്. അപ്പോൾ അത് കിട്ടി. 6 × 10⁵ ± ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് മീറ്റർ ഓം ആയിരിക്കും കേട്ടോ. 6.8 ± 0.68 അല്ലെങ്കിൽ മീറ്റർ ഓം എന്ന രീതി ഫോമാറ്റിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഇപ്പം ഇത്രയേ ഉള്ളൂ ഇതിൽ. പിന്നെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നോർമലി ഒരു EMF എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എനർജി പ്രൊവൈഡഡ് ബൈ എ സോഴ്സ് ലൈക്ക് ബാറ്ററി ഓർ ജനറേറ്റർ അല്ലേ. ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സോഴ്സ് നോക്കാം നമുക്ക്. ബാറ്ററി ആണെങ്കിലോ അല്ലെങ്കിൽ ജനറേറ്റർ. ടു മൂവ് ചാർജ് ത്രൂ ദി സർക്യൂട്ട് അല്ലേ. അവരെന്താണ്? ഒരു സർക്യൂട്ടിലൂടെ ചാർജസിനെ മൂവ് ചെയ്യുന്നു. EMF നോട്ട് ആക്ച്വലി എ ഫോഴ്സ്, മെഷർ ഓഫ് എനർജി പെർ യൂണിറ്റ് ചാർജ്. ഇതൊരു ഫോഴ്സ് അല്ല. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് അതിൻ്റെ ഒരു നെയിമിംഗ് ഉണ്ടെങ്കിൽ പോലും ദാറ്റ് ഇസ് നോട്ട് എൻ എ ഫോഴ്സ്. അത് എന്ത് മെഷർ ചെയ്യാമെന്നാണ്? യൂണിറ്റ് ചാർജിന്, എനർജി പെർ യൂണിറ്റ് ചാർജിനെ മെഷർ ചെയ്യാനാണ് നമ്മൾ EMF നോക്കുന്നത്. സോ ഇൻ ദിസ് സ്ലൈഡ് നമുക്ക് നോക്കാം. EMF refers to the total energy supplied by the source including overcoming internal resistance. ഒരു electromotive force, it creates a potential difference that drives electric current through the circuit. എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് നമ്മൾ പറയും. ബിറ്റ്വീൻ 2 points ഇസ് ദി ഡിഫറൻസ് ഇൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജ്. ആ ഒരു 2 പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള. അപ്പം ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഹൗ മച്ച് എനർജി ഈസ് ലോസ്റ്റ്. എത്രത്തോളം എനർജി നമ്മൾ അവിടുന്ന് ലോസ്റ്റ് ആയി അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം കിട്ടിയെന്ന്.
ചാർജ് മൂവ്സ് ബിറ്റ്വീൻ ദീസ് പോയിൻറ്റ്സ്, രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ എത്രത്തോളം എനർജി ഒന്നെങ്കിൽ കിട്ടുക അല്ലെങ്കിൽ എത്രത്തോളം എനർജി ലോസ്റ്റ് ആയിപ്പോയി എന്നാണ് ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാലാണ് EMF refers to the total energy supplied by the source including overcoming internal resistance. സോഴ്സ് കൊടുക്കുന്ന ഒരു ടോട്ടൽ എനർജി ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനാണ്, അതാണ് EMF. ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് റെഫേഴ്സ് ടു ദി എനർജി ഡിഫറൻസ് എക്സ്പീരിയൻസ് ബൈ ദി ചാർജസ് ആസ് ദേ മൂവ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ റിലേഷൻ വരുന്നത്. ഇനി ഫസ്റ്റ് നമുക്ക് 2 ലോസ് ആണ് ഈ ഒരു ഇതിൽ പഠിക്കാൻ വരുന്നത്. കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ, അതിനെ നമ്മൾ ജംഗ്ഷൻ റൂൾ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂളിൽ ഇൻ ദിസ് പിക്ചർ നമുക്ക് ഡെഫിനിഷൻ ഫസ്റ്റ് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി സം ഓഫ് ഓൾ കറൻറ്റ്സ് ഡിറക്റ്റഡ് ടുവേർഡ്സ് എ ജംഗ്ഷൻ ഇൻ എൻ ഇലക്ട്രിക് നെറ്റ്വർക്ക് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ഓൾ ദി കറൻറ്റ് ഡിറക്റ്റഡ് എവേ ഫ്രം ദി ജംഗ്ഷൻ. അപ്പം നമുക്ക് ഇതിൽ നോക്കുന്നതാണെങ്കിൽ കിർച്ചോഫിൻ്റെ ലോ ഇത്രേ മാത്രമേ പറയുന്നുള്ളൂ. അതായത് എത്രത്തോളം കറണ്ടാണോ ദ സം ഓഫ് ഓൾ കറൻറ്റ്സ്, എത്ര കറണ്ട് ഒരു ജംഗ്ഷനിലേക്ക് വരുന്നുണ്ടോ അത്രയും കറണ്ട് തന്നെയാണ് അത് അവിടെ നിന്ന് ലീവ് ചെയ്യുന്നതെന്നാണ്. ഇതിപ്പോൾ ഇങ്ങനെ വരുന്നു, ഇപ്പോൾ 3 I1 I2 I3 എന്ന് പറഞ്ഞിട്ട്, അപ്പം അത്ര തന്നെ കറണ്ട് അവിടുന്ന് ലീവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഏത് ഈ ഒരു കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂൾ പ്രകാരം. അതിൻ്റെ ഇക്വേഷനാണ് വരുന്നത് I is equal to I1 plus I2 plus I3 and then I minus ലീവ് ചെയ്യുന്നുണ്ടല്ലോ അവിടുന്ന്, I minus I1 plus I2 plus I3 ആ ബ്രാഞ്ചസിലുള്ള കറൻറ്റ്സ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരുന്നത്. സോ ദ ആൾജിബ്രൈക് സം ഓഫ് ഓൾ കറൻറ്റ്സ് അറ്റ് ജംഗ്ഷൻ 0 ആയിരിക്കും. ഈ ഒരു ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ആ ഒരു കറണ്ട് ഉണ്ടാവുമല്ലോ അത് 0 ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂളാണ്, ലൂപ്പ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദ algebraic sum of the product of the current resistance in any closed loop of an electric network is equal to the algebraic sum of electromotive force acting on the in the loop. അതായത് ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിലുള്ള എല്ലാ കറൻറ്റ്സിൻ്റെയും പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ, കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റ് ആ ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള ഇലക്ട്രിക് നെറ്റ്വർക്കിൽ അത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അതായത് അതിൻ്റെ EMF ആ ഒരു ലൂപ്പിൽ ആക്ട് ചെയ്യുന്ന EMFനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആൾജിബ്രൈക് സം ഓഫ് ഓൾ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അലോങ് ദി ക്ലോസ്ഡ് ലൂപ്പ് ഇൻ ദി സർക്യൂട്ട് ഇസ് 0 ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് I plus I2 is equal to I3 ആയിരിക്കും ഇതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വരുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ റെസിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചില കോമ്പണൻസ് യൂസ് ചെയ്ത് ചില ഇലക്ട്രിക്കൽ കോമ്പണൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലോ റെസിസ്റ്റൻസിനെ ഇതിപ്പം അമ്മീറ്റർ യൂസ് ചെയ്തിട്ടൊന്നും നമുക്ക് റെസിസ്റ്റൻസിനൊന്നും മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ആണെങ്കിൽ അതിനൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇറ്റ്സ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് 4 റെസിസ്റ്റൻസ്. നമുക്ക് ഈ ഒരു പിക്ചറിൽ തന്നെ കാണാം 4 റെസിസ്റ്റൻസ് ഉണ്ടല്ലേ, റെസിസ്റ്റേഴ്സ് ഉണ്ട്, which can be used to measure one of them in terms of other 3. അതായത് അതിൽ ഒന്നാമത്തെ പിയും ക്യൂവും അഡ്ജസ്റ്റബിൾ റെസിസ്റ്റൻസ് ആണ് കേട്ടോ, കണക്റ്റഡ് ഇൻ ആംസ് ഓഫ് എ ബി ആൻഡ് ബി സി. ഇവിടെ എ ബിയിലും ബി സിൻ്റെ ആംസിൽ കണക്റ്റഡ് ആണ് പിയും ക്യൂവുമായിട്ട് വരുന്നത്. ഒരു ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റബിൾ ആറെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ റെസിസ്റ്ററാണ്. ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ. അപ്പം എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റർ ഉണ്ടാവുമല്ലോ അത് അൺനോൺ ആയിരിക്കും, അതാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗാൽവനോമീറ്റർ ഉണ്ട്,
ജി. ഈ ഒരു K2 എന്ന് പറഞ്ഞിട്ടുള്ള കീയിലാണ് അലോങ് ചെയ്ത് കണക്റ്റഡ് ചെയ്തിട്ട് ഇരിക്കുന്നത്. ഒരു BD എന്ന് പറഞ്ഞിട്ടുള്ള ആമിൽ മൊത്തത്തിൽ നമുക്ക് ഓക്കെ. ആൻഡ് ദി ബാറ്ററി അലോങ് കണക്റ്റഡ് വിത്ത് K1. കീ K1ലാണ് കണക്റ്റഡ് ചെയ്തിരിക്കുന്നത്. ഏത് ആമിലാണ്? AC എന്ന് പറഞ്ഞിട്ടുള്ള ആമിലാണ് ഇത് കണക്റ്റഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം. പോയിൻ്റ് ബിയിൽ എന്താണ് നടക്കുന്നതെന്ന്. പോയിൻ്റ് ബിയിൽ എന്താണ്? ദ കറണ്ട് വിൽ ഫ്ലോ ഫ്രം ബി ടുവേർഡ്സ് ഡി. ഇതിൽ 3 പോസിബിൾ കണ്ടീഷനാണ് ഉണ്ടാകുന്നത്. ഇതിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് ബി ആൻഡ് ഡി. അപ്പം ചില 3 പോസിബിലിറ്റീസാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് പോസിബിലിറ്റിയാണ് വരുന്നത് പോയിൻറ്റ് ബി ഈസ് അറ്റ് എ ഹയർ പൊട്ടൻഷ്യൽ ദാൻ പോയിൻറ്റ് ഡി. പോയിൻറ്റ് ബിയിൽ എന്തായിരിക്കും? ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു പോയിൻറ്റ് ഡിയിനേക്കാളും. പോയിൻറ്റ് ബിയിലുണ്ടല്ലോ, അത് ഒന്നെങ്കിൽ ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും. എന്താ? ഈ ഒരു ഡിയിനേക്കാളെന്ന് പറയുന്നത്. അപ്പോൾ ദ കറണ്ട് വിൽ ഫ്ലോ ഫ്രം പോയിൻറ്റ് ഡി ടുവേർഡ്സ് ബി ആൻഡ് ദ ഗാൽവനോമീറ്റർ എങ്ങനെയാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും കേട്ടോ. ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിട്ടായിരിക്കും ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. പിന്നാണെങ്കിൽ പോയിൻറ്റ് ബി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹയർ പൊട്ടൻഷ്യൽ, അവിടെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഗാൽവനോമീറ്റർ ഡയറക്ഷൻ ഓഫ് ദാറ്റ് ബി ടു ഡി ആയിരിക്കും വരുന്നത്. ഇനി അവസാനത്തെ ആ ഒരു പോസിബിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ആൻഡ് ഡി ആർ സെയിം ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബിയും ഡിയും, ബിക്ക് ഹയർ പൊട്ടൻഷ്യലാണ്, ഡിക്ക് കുറവായിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് കേസിൽ ഡിക്കായിരിക്കും കൂടുതൽ, ബിക്ക് കുറവായിരിക്കും. പക്ഷേ തേർഡ് കേസിൽ രണ്ടും സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു കേസിൽ കറണ്ട് വരുന്നില്ല, കറണ്ട് ഫ്ലോ വരുന്നില്ല ഇവിടെ നമ്മുടെ ഗാൽവനോമീറ്ററിൽ. സോ ആൻഡ് ഇറ്റ് വിൽ ഷോ നോ ഡിഫ്ലക്ഷൻ അല്ലേ, കറണ്ട് ഫ്ലോ ഇല്ല. കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിലാണ് ഗാൽവനോമീറ്റർ ചലിക്കുക. സോ ദാറ്റ് ഈസ് ദി ഗാൽവനോമീറ്റർ ഈസ് എൻ എ നൾ കണ്ടീഷൻ. In this condition the Wheatstone bridge is said to be in the state of balanced. അപ്പം ഈ ഒരു കണ്ടീഷനിലായിരിക്കും വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിട്ട് വരുന്നത് കേട്ടോ. സോ ഈ ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷനിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് എസ്സിൻ്റെ, ഈ ഒരു എസ്സിൻ്റെ എന്താണ് റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ഈസ് ഈക്വൽ ടു QR/P ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് തിങ് വരുന്നത് പൊട്ടൻഷ്യോമീറ്റർ ആണ്. ജസ്റ്റ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യോമീറ്റർ ഓപ്പൺ കോൾഡ് എ പോട്ട് എന്ന് പറയുന്ന ഒരു 3 ടെർമിനൽ റെസിസ്റ്റർ ആണ്. സ്ലൈഡിങ് ഓർ റൊട്ടേറ്റിംഗ് കോണ്ടാക്ട് ദാറ്റ് ഫോംസ് എൻ അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് ഡിവൈഡർ ഉണ്ടാവും. അതിന് വോൾട്ടേജ് വാരി ചെയ്യാനാണ് ഈ ഒരു കോമൺ സർക്യൂട്ട്സിലൊക്കെ വോൾട്ടേജ് വാരി ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കീ കോമ്പണൻസ് ആയിട്ട് വരുന്നത് റെസിസ്റ്റീവ് എലമെൻ്റ് ആണ്. ആൻഡ് ദിസ് ഈസ് എ സ്ട്രിപ്പ് ഓഫ് റെസിസ്റ്റീവ് മെറ്റീരിയൽ ഓഫൺ കാർബൺ ഓർ കോയിൽ ഓഫ് വയർ. ഒരു വൈപ്പർ ഉണ്ടാവും, എ മൂവബിൾ കോണ്ടാക്ട് ദാറ്റ് സ്ലൈഡ്സ് അലോങ് ദി റെസിസ്റ്റീവ് എലമെൻറ്റ്. വൈപ്പർ അല്ലെങ്കിൽ നമ്മളതിനെ ജാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് പിന്നെ വരുന്നത് 3 ടെർമിനൽസ് ആണ്. 2 end terminals connected to the ends of the resistive element, 1 middle terminal connected to the wiper അല്ലേ, വൈപ്പറുമായിട്ട് കണക്റ്റഡ് ചെയ്തിട്ടുണ്ടാവും മിഡിലുള്ള ടെർമിനൽ. ബാക്കി 2 കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റീവ് എലമെൻസിലാണ്, എൻഡ്സ് ഓഫ് ദി റെസിസ്റ്റീവ് എലമെൻസിൽ. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു റൊട്ടേറ്റ് ഓർ സ്ലൈഡ് ദി വൈപ്പർ ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ ഓൺ ദി റെസിസ്റ്റീവ് എലമെൻറ്റ്. നമ്മൾ ആ ഒരു ജാക്കിനെ അല്ലെങ്കിൽ ആ ഒരു വൈപ്പറിനെ റൊട്ടേറ്റോ അല്ലെങ്കിൽ സ്ലൈഡോ ചെയ്യുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റീവ് എലമെൻറ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ആയി മാറുന്നു. അതെന്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു? റെസിസ്റ്റൻ ബിറ്റ്വീൻ ദ മിഡിൽ ടെർമിനൽ, വൈപ്പറിൻ്റെയും 2 എൻഡിലുള്ള ടെർമിനലും ഉണ്ടല്ലോ, അതിൻ്റെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ചേഞ്ചസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പം ഇതെന്തിനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്? ഔട്ട്പുട്ട് വോൾട്ടേജിനെ ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം പൊട്ടൻഷ്യോമീറ്റർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡിൽ കൊടുക്കുന്നേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമുക്കൊന്ന് നോക്കാം. വി നോ ദാറ്റ്
നോ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ ദി ആബ്സെൻസ് ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല. അതെന്തുകൊണ്ടാണ്? ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഈസ് 0 ആണ് അവിടെ കേസിൽ. ഇപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൂവിങ് ഇൻ പ്ലസ് ഡയറക്ഷൻ, അതായത് ഒരു പോസിറ്റീവ് ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൂവിങ് ഇൻ ദി നെഗറ്റീവ് ഡയറക്ഷൻ. അതായത് 2 പോയിൻറ്റ് ചാർജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്ലസ് ഡയറക്ഷനും ഉണ്ടാവും, അതിൻ്റെ നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. അപ്പം ആ ഒരു ഇലക്ട്രോൺസ് ആ ഒരു പോസിറ്റീവ് ഡിറക്ഷനിലേക്ക് പോകുന്ന അതിന് തന്നെ ഈക്വലാണ് നെഗറ്റീവ് ഡിറക്ഷനിലേക്കും പോകുന്നത്. ദർ ഈസ് നോ നെറ്റ് ഫ്ലോ ഓഫ് ചാർജ് ഇൻ എനി ഡിറക്ഷൻ അല്ലേ. ഒരു പ്രത്യേകം പറയാൻ വേണ്ടിയിട്ടുള്ള ചാർജസ് ഉണ്ടാവുന്നില്ല ഒരു ഡിറക്ഷനിലേക്കും. ദ കണ്ടീഷൻ ഇലക്ട്രോൺ കൊളൈഡ് വിത്ത് എൻ ആറ്റം ഇൻ സോളിഡ്, ദ ഫ്രീ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് സ്ലോലി ഡിറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പം നമുക്ക് ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യുമല്ലോ. അപ്പം സോളിഡിലുള്ള ഇലക്ട്രോൺ ആ ഒരു ആറ്റംസുമായിട്ട് ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യുമ്പം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ, അത് സ്ലോലി അത് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. സോ ഓൺ അപ്ലൈയിങ് എനി ഇലക്ട്രിക് ഫീൽഡ് ദി കണ്ടീഷൻ ഇലക്ട്രോൺസ് ഗെറ്റ് ആക്സിലറേറ്റഡ്. The excess energy gained by the electrons is lost during collision with the atoms. Okay. ആൻഡ് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ഇതിൽ വരുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ദി ആവറേജ് വെലോസിറ്റി ദാറ്റ് എ ചാർജ് പാർട്ടിക്കിൾ. സിമ്പിൾ ടേംസിൽ ഇങ്ങനെ നമുക്ക് വിവരിക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ദി ആവറേജ് വെലോസിറ്റി ദാറ്റ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ such as an electron attains due to an electric field in a conductor. When an electric field is applied to a conductor, the free electron experience a force and begin to move in the direction opposite to the electric field. നമ്മളന്ന് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഫ്രീ ഇലക്ട്രോൺസിന് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടക്ടറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ, അത് ഓപ്പോസിറ്റായിട്ട് ഇലക്ട്രിക് ഫ്ലോ ഇങ്ങോട്ടേക്കാണെങ്കിൽ ഈ ഇലക്ട്രോണിക്സിന് ഇതിന് ഓപ്പോസിറ്റായിട്ട് സഞ്ചരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അപ്പം ദ റാൻഡം തേർമൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഈസ് വെരി ഫാസ്റ്റ് ബട്ട് ദെയർ ആവറേജ് മൂവ്മെൻറ്റ് ഓർ ഡ്രിഫ്റ്റ് ഡ്യൂ ടു ദി ഇലക്ട്രിക് ഫീൽഡ് ഈസ് മച്ച് സ്മോളർ അല്ലേ. അതിൻ്റെ റാൻഡം മൂവ്മെൻറ്റ്സ് കൂടുതലായിരിക്കും, പക്ഷേ അതിൻ്റെ ആവറേജ് ഇലക്ട്രിക് ഫീൽഡിലുള്ള ആ ഒരു ആവറേജ് മൂവ്മെൻറ്റ് അത് മച്ച് സ്ലോവറായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിനാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. റോ is equal to 1/σ is equal to m/n e സ്ക്വയർ 2 ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റീൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ദ ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം. പവർ കൺസ്യൂംഡ് ഇൻ എൻ ഇലക്ട്രിക് സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് നിങ്ങൾ കൺസിസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇതിൽ കാണിക്കുന്നുണ്ടല്ലോ, ഈ ഒരു ഇതിൽ നമുക്ക് നോക്കാം. ഒരു ബാറ്ററി ഈസ് കണക്റ്റഡ് ടു എ എക്സ്റ്റേണൽ റെസിസ്റ്റർ R അല്ലേ. ഈ ഒരു ബാറ്ററി ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ചാർജ് എന്താണ്? ദ പോസിറ്റീവ് ചാർജ് ഫ്ലോ ഇൻ ദി ഡിറക്ഷൻ ഓഫ് ദി കറൻറ്റ് ഇൻ ദ റെസിസ്റ്റർ ആൻഡ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ടെർമിനൽ ഇൻസൈഡ് ദ ബാറ്ററി. ഇതിങ്ങനെയാണ് പോകുന്നത്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഗിവ്സ് കൈനറ്റിക് എനർജി ടു ദി ചാർജസ്. ഈ ഒരു എ ആൻഡ് ബി എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിനിടയിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എനർജി അതെന്താണ്? കൈനറ്റിക് എനർജി കൊടുക്കുന്നുണ്ട് ആ ഒരു ചാർജസിന്. ദീസ് മൂവിങ് ചാർജസ് കൊളൈഡ് വിത്ത് ദ ആറ്റംസ്. നമ്മൾ നേരത്തെ പറഞ്ഞു മൂവിങ് ചാർജസ് എന്താണ്? ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യും. ആറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയോണ്. അപ്പം ഇൻ ദ റെസിസ്റ്ററിലുള്ള അയോൺസ് ആറ്റംസുമായിട്ട് ആൻഡ് ദസ് ലോസ് എ പാർട്ട് ഓഫ് ദെയർ കൈനറ്റിക് എനർജി. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി? അവരുടെ ആ ഒരു കൈനറ്റിക് എനർജി ലോസ് ആയിപ്പോകും. ദിസ് എനർജി ഇൻക്രീസസ് വിത്ത് ദി ടെമ്പറേച്ചർ ഓഫ് ദി റെസിസ്റ്റർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം എന്താണ് ആ ഒരു എനർജി വീണ്ടും ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ദ ലോസ് ഓഫ് എനർജി ബൈ മൂവിങ് ചാർജസ് ഈസ് മെയ്ഡ് അപ്പ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് കെമിക്കൽ എനർജി ഓഫ് ദി ബാറ്ററി.
അപ്പം ഈ ഒരു ഇതിൽ നമുക്ക് നോക്കാം ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ബൈ മൂവിങ് ചാർജ് ഡെൽറ്റ ക്യൂ ഇൻ ഗോയിങ് ത്രൂ ദി റെസിസ്റ്റർ റീസ്. അപ്പോൾ നമ്മളിപ്പം ഒരു പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു റെസിസ്റ്ററിൽ കൂടെ പോകുമ്പോൾ ചാർജ് മൂവിങ് ചെയ്യുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇക്വേഷനാണ് വരുന്നത് ഡെൽറ്റ യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. യു എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ. ദാറ്റ് ഈസ് വി ഐ ആണ്. ക്യൂ ബൈ ടി എന്ന് വെച്ചാൽ ഡെൽറ്റ ക്യൂ ബൈ ടി ഐ ആണ് കേട്ടോ വരുന്നത്. സോ വേർ ഐ ഈസ് ദി കറണ്ട് ഇൻ ദ സർക്യൂട്ട് ആൻഡ് ദി വി ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ends of the resistor, and it is assumed that the resistance of the connecting wire is negligible. The total loss in this resistor are only. Rate of loss of energy is defined as P is equal to വി ഐ ആണ്. അപ്പം സിൻസ് നമുക്കറിയാം വി is equal to ഐ ആർ ആണ്, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇത് കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ P is equal to വി, അവിടെ നമ്മൾ കൊടുക്കുന്നത് ഐ ആർ ആണ്. അപ്പം 2 ഐ വരും. ഐ സ്ക്വയർ ആർ ഈസ് ഇക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം കേട്ടോ. അതിനെ ഇപ്പം എസ് ഐ യൂണിറ്റ് ഓഫ് പവറിനെ ഡിനോട്ട് ചെയ്യുന്നത് വോട്ട് ആയിട്ടാണ്. ഡബ്ല്യു ദ ഇലക്ട്രിക്കൽ പവർ ലോസ്റ്റ് ഇൻ എ കണ്ടക്ടർ ആസ് ഹീറ്റ് ഈസ് കോൾഡ് ജൂൾ ഹീറ്റ്. ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു, എന്തിനൊക്കെയാണ് ആ ഒരു പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് പ്രൊപ്പോർഷണൽ ആവുന്ന? സ്ക്വയർ ഓഫ് കറണ്ട് ആൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആർ ആൻഡ് ദി ടൈം ഫോർ വിച്ച് കറണ്ട് ഈസ് പാസ്ഡ് ടി. ഓക്കെ, ദ സ്റ്റേറ്റ്മെൻറ്റ് Q is equal to I square RT is called the Joule's law for heating effect of current. അപ്പം ഇത്രയും പോയിൻറ്റ്സ് ഇവിടെ ആഡ് ചെയ്യാൻ കാരണം ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. MCQൻ്റെ പാർട്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു Q is equal to I square RT എന്താണ് മീൻ ചെയ്യുന്നത്, ഇതിന് എന്താണ് പറയുന്നതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ജൂൾസ് ലോ ഫോർ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട്. ഓക്കെ, ഓപ്ഷൻസ് ചിലപ്പം തരാം, അല്ലെങ്കിൽ ഇപ്പം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനായി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ഓർത്ത് വെക്കണം. എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ കേസിൽ ചോദിക്കാം. അപ്പം ഈ ഒരു എൻ്റെ ക്ലാസ്സിൽ കൊടുക്കുന്ന സ്ലൈഡിലാണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളിലാണെങ്കിലും ശ്രദ്ധിക്കാൻ നോക്കണം. ഓക്കെ, നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എനിവേ താങ്ക് യു.